ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എനിക്കിന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. ഇന്ന് എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മളിവിടെ തൊട്ടടുത്തുള്ള ഒരു അമ്പലത്തിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ അവിടെ വഴിപാടും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഈ അമ്പലത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ തൊട്ടടുത്തുള്ളൊരു അമ്പലമാണ്. മുത്തശ്ശിയാർ കാവാണ് കേട്ടോ ഈ അമ്പലത്തിൻ്റെ പേര്. ഇത് നമ്മുടെ പട്ടാമ്പിയിൽ നിന്ന് ഒരു 5-6 കിലോമീറ്റർ ഉള്ളിലേക്കുള്ളൊരു അമ്പലമാണ്. നല്ല ഭംഗിയുള്ളൊരു അമ്പലമാണിത് കേട്ടോ. ഇത് നമ്മുടെ തട്ടകത്തിലത്തെ അമ്പലമാണ്. ഇവിടെ ദേവിയാണ് കേട്ടോ പ്രതിഷ്ഠ. ഇവിടെ നല്ല രസമുള്ള അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം. ഇത് അത്രയ്ക്ക് ഇപ്പോൾ സമയമില്ലാത്ത കാരണവും ഒരുപാട് ഉയരത്തിൽ നിൽക്കുന്ന ഒരു അമ്പലമാണ് കേട്ടോ. ഒരുപാട് ഉയരത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അമ്പലമാണിത്. ഇവിടുന്ന് നോക്കിയാൽ തന്നെ ഇവിടെ ചുറ്റുപാടുള്ള എല്ലാ സ്ഥലങ്ങളും കാണാൻ പറ്റും. അത്രയും ഉയരത്തിലാണ് കേട്ടോ ഈ അമ്പലമുള്ളത്. ഭയങ്കര രസമാണ്. ആലും ഒക്കെ ആയിട്ട് ഇവിടെ വന്നാൽ തന്നെ ഭയങ്കര സുഖമാണിത് കാണാനും. അതുപോലെ തന്നെ തൊഴുത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഒരു സമാധാനമായിട്ടുള്ള വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു സ്ഥലത്ത് നിൽക്കുന്ന വളരെ നല്ലൊരു അമ്പലമാണിത് കേട്ടോ. ഹോളിഡേയ്സൊക്കെ ആകുമ്പോൾ നല്ല തിരക്ക് ഇവിടെ ഉണ്ടാവും കേട്ടോ. ഇന്നിപ്പോൾ അധികം വർക്കിംഗ് ഡേ ആയ കാരണം ഇന്നിപ്പോൾ അധികം അത്രയ്ക്കും തിരക്കില്ല. അതുകൊണ്ട് നമുക്ക് സമാധാനമായിട്ട് സുഖമായിട്ട് തൊഴാനൊക്കെ പറ്റി. അപ്പോൾ നമ്മളങ്ങനെ തൊഴിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. വീട്ടിൽ പോയിട്ട് ഇനി ബാക്കി കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഈ അമ്പലം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മളങ്ങനെ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. പിന്നെ നമുക്ക് ചെറിയൊരു കേക്ക് കട്ട് ചെയ്യലുണ്ട്. നമ്മുടെ പിറന്നാളെന്ന് പറഞ്ഞാൽ ഭയങ്കര അങ്ങനെ ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്യാറൊന്നുമില്ല. ഇതേപോലെ തന്നെ പറ്റുവാണെങ്കിൽ രാവിലെ അമ്പലത്തിലേക്ക് പോവും. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു കേക്ക് കട്ട് ചെയ്യും. പിന്നെ നമ്മുടെ വക ചെറിയൊരു സദ്യ, ഭയങ്കര സദ്യ പറയാനൊന്നുമില്ല, കുറച്ച് കൂട്ടങ്ങളൊക്കെ വെച്ചിട്ട് ചെറിയൊരു സദ്യ. പിന്നെ പറ്റുവാണെങ്കിൽ വൈകുന്നേരം പുറത്തേക്കൊന്ന് പോകും. ഇത്രയൊക്കെയാണ് നമ്മുടെ പിറന്നാളിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യാറുള്ള കാര്യങ്ങൾ. അപ്പോൾ കേക്ക് കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാം കേട്ടോ. ഞാൻ അമ്പലത്തിലേക്ക് ഇവരൊക്കെ കുളിച്ച് റെഡി ആയിട്ടൊക്കെ വരുമ്പോഴേക്കും ഒരുപാട് ടൈം ആവുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ നീച്ച് രാവിലെ തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ കിച്ചണിലത്തെ ഒരുവിധം കാര്യങ്ങൾ കഴിച്ചിട്ടാണ് ഞാൻ അമ്പലത്തിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ഇനി എനിക്ക് അവിയലും അതേപോലെ പായസം, പപ്പടം ഇതൊക്കെ മാത്രമാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ രാവിലെ തന്നെ ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ അമ്പലത്തിലേക്ക് പോയിട്ടുള്ളത്. വന്നു കഴിഞ്ഞാൽ പിന്നെ ലേറ്റ് ആവുമെന്ന് വിചാരിച്ച് ഇനിയിപ്പോൾ അതാട്ടോ പായസമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അട തന്നെ വേണമെന്നാണ് അവൾ പറഞ്ഞത്. അപ്പോൾ അടപ്പായസമാണ് കേട്ടോ അന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം അത് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് അട ഒന്ന് തിളപ്പിച്ച് അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിട്ടു. ഇതിപ്പോൾ അടയ കാരണം കുറച്ച് കൂടുതൽ സമയം ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാനത് ലാസ്റ്റിലേക്ക് വെച്ചു. അത് മാത്രമാണ് ഉണ്ടാക്കാനായിട്ടുള്ളൂ. അപ്പോൾ ഇതും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിയലും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ചെറിയൊരു സദ്യ നമുക്ക് കഴിഞ്ഞു, ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ അത് കഴിച്ച് നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് പുറത്തേക്കും പോകും. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇതാ ഞാനിവിടെ എന്തൊക്കെയാണ് ഉണ്ടാക്കിയത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എന്താ അവിയലും പായസം ഇവിടെ ആയിട്ടുണ്ട്. പിന്നെ അപ്പോൾ അതാ ചോറ് വെച്ചിട്ടുണ്ട്, സാമ്പാർ, അതേപോലെ ചെറിയൊരു അച്ചാർ, ഉപ്പേരി, അവിയൽ, പായസം, പപ്പടം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഒരുപാട് വട്ടങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ചെറിയൊരു സദ്യ അത്രയേ ഉള്ളൂ. പിന്നെ അപ്പോൾ അധികം ആരും പുറത്തുനിന്നൊന്നും ആരെയും വിളിച്ചിട്ടും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ തന്നെ ഉള്ളൂ, അമ്മയും നമ്മൾ തന്നെ ഉള്ളൂ കേട്ടോ. വേറെ പുറത്തുനിന്നൊന്നും ആരും വരുന്നില്ല. അതുകൊണ്ട് ഇത്രയൊക്കെ ചെറിയൊരു രീതിയിലുള്ളൊരു സദ്യ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബായ്.